കൂട്ടുകാരെ നമസ്കാരം. സുന്ദരമായ ഒരു ചൊവ്വാഴ്ച, നല്ല സൂര്യപ്രകാശം എൻ്റെ മുഖത്തേക്ക് അടിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വെളുത്ത ഒരാളായി മാറി. നല്ല ഒരു പ്രകാശമൊക്കെ എല്ലായിടത്തുമായി. സൂര്യൻ ഉദിച്ച് നല്ല ചൂടൊക്കെയാണ്. ചൊവ്വാഴ്ചയുടെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. എന്താണ് നമ്മുടെ പ്രഭാതവർഷം? അതിനു മുമ്പ് ചോദിച്ചോട്ടെ കൂട്ടുകാരെ, നിങ്ങൾക്കൊക്കെ സുഖമാണോ? ആകണം. ഇന്നത്തെ ദിവസം നമുക്ക് സന്തോഷമാകണം, മനോഹരമാകണം. ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടെന്നേ, സാഹചര്യങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധി ഘട്ടങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഫെബ്രുവരി അങ്ങ് തീരാൻ പോകുന്ന ദിവസം മാർച്ചിലേക്ക് വരുന്നു. മാർച്ചുമായി ബന്ധപ്പെട്ട് ഒത്തിരി പ്രശ്നങ്ങൾ മുമ്പിൽ നിൽക്കുകയാണ്. ഇന്നലെയൊക്കെ ആയിട്ട് അതുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ ഓടുകയായിരുന്നു. പക്ഷേ അതൊക്കെ മുമ്പിലുണ്ട്. കാരണം മാർച്ച് ക്ലോസിംഗ് മാസമാണ് നമുക്കറിയാം. പക്ഷേ അതൊക്കെ പോട്ടെ. വേറെ, പാപ്പച്ചൻ വേറെ, സങ്കടങ്ങൾ വേറെ, ദുഃഖങ്ങൾ വേറെ, വിഷമങ്ങൾ വേറെ. പക്ഷേ സന്തോഷം അത് നഷ്ടപ്പെടുത്തിയാൽ എല്ലാം തീരും. അതുകൊണ്ട് ഹൃദയം നിറയെ സന്തോഷമായിരിക്കണം. ഇന്ന് പ്രഭാതവർഷം എന്നാന്ന് എനിക്കറിയില്ല. കാരണം ഭാര്യ രാവിലെ വാഴയിലക്കകത്ത് എന്തൊരു സാധനം തന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം അത് എന്നതാണെന്ന്. എൻ്റെ ഈശ്വര, അത് എന്നതാണോ നമുക്ക് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഒരു സാധനവും തന്നു വിട്ടിട്ടുണ്ട്. അത് എന്നാന്ന് ചോദിച്ചാൽ ഒറ്റപ്പാത്രം ഇതുണ്ടോ, അച്ചാറാണ്. അവളിട്ട നല്ല നാടൻ നാരങ്ങ അച്ചാർ. അപ്പം വേറെന്തോ ആയിരിക്കും, നമുക്ക് നോക്കാം. തുറന്നു നോക്കാം കൂട്ടുകാരെ, തുറന്നു നോക്കാം. തുറന്ന് പോകണം. വാഴയിലയാണ്, അത് നോക്കണം. വാഴയിലക്കകത്താണ് ഈ സാധനം ഇരിക്കുന്നത്. എന്താ പൊന്ന് കൂട്ടുകാരെ, ഇതെന്നതാണ് നിങ്ങൾക്കറിയാവോ? നോക്കി, ഇതെന്നതാണ്? വാഴ അടിപൊളി വാഴയിലക്കകത്ത് സൂപ്പർ ചെണ്ടക്കപ്പ. ചെണ്ടക്കപ്പയും അച്ചാറും സൈഡിൽ കുറച്ച് മുളകും ഉണ്ട്. എൻ്റെ പൊന്നെ, ഇന്ന് വെളുപ്പിനെ വേവിച്ചതാണ്. എന്തോ വേവിക്കുന്നത് കണ്ടത്, കപ്പയാണെന്ന് തോന്നിയില്ലായിരുന്നു. പക്ഷേ ഇതുകൊണ്ടോ അടിപൊളി പുട്ട് പോലെ എനിക്ക് നല്ല സൂപ്പർ ചെണ്ടക്കപ്പയുണ്ട്. നല്ല അടിപൊളി അച്ചാറും ഉണ്ട്. അയ്യോ പൊന്നു കൂട്ടുകാർ, ഒരു സ്വല്പം അച്ചാറെടുത്ത് അങ്ങ് വെക്കാം. മുളക് സൈഡിലുണ്ട്. സൂപ്പർ. അപ്പം നമ്മുടെ പ്രഭാതഭക്ഷണം ആരംഭിക്കുകയാണ്. ചെണ്ടക്കപ്പ ഇഷ്ടം പോലെയുണ്ട്. പൊടി നല്ല ചൂടുമാണ്. അവനെ അങ്ങോട്ട് മുക്കിയിട്ടുണ്ടല്ലോ അച്ചാറൊക്കെ കൂട്ടി. എന്തൊരു സുന്ദരമാണ് നമ്മുടെയൊക്കെ ജീവിതം. നാടൻ ചെണ്ടക്കപ്പ, അടിപൊളി ചെണ്ടക്കപ്പ വേവിച്ചത്, നാരങ്ങ, മുളക്. എൻ്റെ പൊന്ന് കൂട്ടുകാരെ, ഇതൊന്ന് ആസ്വദിക്കേണ്ടത് കേട്ടോ. എല്ലാം വേറെ, പാപ്പച്ചൻ വേറെ, എല്ലാം മാറിപ്പോട്ടെ. ഇന്നത്തെ ഈ ദിവസം സുന്ദരമാക്കുന്നു. ചെണ്ടക്കപ്പയുണ്ട്, നാരങ്ങ ഉണ്ട്, മുളകുണ്ട്. അടിപൊളി കാപ്പി, പ്രഭാത കാപ്പി. അപ്പോൾ പ്രഭാതഭക്ഷണത്തിലേക്ക് കൃത്യമായിട്ടുള്ള സ്വാഗതം. ഞാൻ എൻ്റെ പ്രഭാതഭക്ഷണം തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങളുടെ പ്രഭാതഭക്ഷണം അതെന്തുവാകട്ടെ, ആസ്വദിക്കുക. ജീവിതം ഒന്നേ ഉള്ളൂ, അത് സുന്ദരമാക്കുക, മനോഹരമാക്കുക. അപ്പോൾ എല്ലാവർക്കും ചൊവ്വാഴ്ചയുടെ മംഗളം നിറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. ചെണ്ടക്കപ്പയും നാടൻ നാരങ്ങ അച്ചാറും നാടൻ മുളകും. അപ്പോൾ തുടങ്ങുകയാണ്. അപ്പോൾ